തങ്കച്ചു ഓ വല്യപ്പനെ ഒന്നുകൂടെ കണ്ടാലോ? വല്യപ്പൻ എപ്പോഴേ തീർന്നു. കാർന്നൂര് പോയോ? ലോട്ടറി ഇത് ഈ പാപ്പത്തിനവിടെ പോയി കിടക്കുക. അച്ഛൻ ഇത്തിരി കറിയും കൊണ്ട് പോയതാ. അച്ഛനെ ഇള്ളാ കുഞ്ഞോ വാരി കൊടുക്കാൻ അല്ല സമയത്ര ലൈറ്റ് ഇട്ട വണ്ടി. ലൈറ്റ് ഇട്ടതോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പോലീസുകാരെ വിളിച്ചിട്ടുണ്ടോ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാരെ കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? ഈശോയെ, എന്ത് കുട്ടി. സാറേ ഞാൻ വെപ്പുകാരനാ, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താണ് ചേട്ടാ, ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റണം. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടികൊള്ളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. ബെന്നി, എന്തോരം പൊടിയാവും പൊടിഞ്ഞു വെച്ചിട്ട്. ബെന്നി, എടാ ബെന്നി, ഇവനിത് എവിടെ പോയി കിടക്കും? ബെന്നി, പേടിക്കണ്ട. ഞാൻ സിസിലി, ബെന്നിയില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ, എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടീ, ഞാനിപ്പോ ഇങ്ങ് വരും. നീ വാലടിച്ചു കിടന്നോ. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ? അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. അല്ലെങ്കിലും വെട്ടു നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ നിർത്ത് ഇവിടെ തന്നെ.
അയ്യോ കർത്താവേ അപ്പച്ചൻ. എന്നാ വെച്ചേ നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ് ഇല്ലപ്പച്ച. അല്ല തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ എന്നാ ഇത് ചോദിച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോകില്ലെങ്കിലും മൂത്ത മരുമ വക്കീലായത് നന്നായി. മാതാവേ കാത്തോണ്ട്. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ് എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്ക് എത്ര കേസുള്ളതാ. അല്ല ഈ വീട്ടിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്. ഒന്ന് സ്പർശിക്ക പോലും. അല്ലല്ലേ സാറേ? ഓ അല്ലല്ലേ സാറേ, എന്റെ വിസ റെഡി. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നത്. ഏത്? അല്ല ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? ആ കൂട്ടുകാരനായോണ്ടാ രണ്ടാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ. ഒരിക്കലും ഒറ്റ കൊടുക്കില്ലേ. സാറേ പാപ്പച്ചനാ വെടിവെച്ച് വെട്ടിയതൊക്കെ പാപ്പച്ചനാ. തോക്കുവാന്ന് അറിയട. പാട്ടനാറിൽ കപ്പാൻ. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്. ഉടായിപ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇത് കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെ മാത്രം ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ല കറിയേ? പിന്നല്ലാതെ മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ല കറിയേ? പിന്നല്ലാതെ. ആ അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ഓ ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? വടാ എലി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി ഒട്ടും അറിയില്ലല്ലേ? നേരെയാണ് വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെ ഉണ്ട്. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വർക്കാനുള്ള. ഹലോ പറയിച്ചാ? അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി മട്ടൻ ചിക്കൻ ഇടാൻ പറ്റും? ഇല്ല ചേട്ടൻ പിടിച്ചോ, ചേട്ടൻ കേറിയല്ലേ. ഞാൻ സേഫാണ്. ആ ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ തൂക്കേടുണ്ടല്ലോ. എന്നാ അത്? ആ സേവ് ദ ലൈറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? ആ മട്ടൻ. ഒന്ന് തള്ളൂ.
തള്ളലടാ മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമെന്ന്. ആ പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോലെ നീക്ക് തന്നെ തള്ളിയാ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ വന്നേ. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. ആ പാപ്പച്ചന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് വന്നേ. എന്താണ് സാറേ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര് നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് ഫേവറായിട്ടാ അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്താ ചേട്ടൊന്നും മിണ്ടാത്ത? ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കാ പോകുന്നേ? ശ്ശോ, അയ്യോ, പതുക്കെ, പതുക്കെ ഇരിക്ക്. പതുക്കെ കൊല്ലൂല താത്ത. ശ്ശോ, പപ്പാ. പപ്പാ. അയ്യോ, ഇതാരാ? പാപ്പിക്കുട്ടി. അയ്യോ ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്. സാറേ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ. ഒന്ന് അനങ്ങി വാടോ. ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ. സാറിന് നന്നായിട്ട് അറിയാം ഇല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ. ഇയാളാണ് സാറേ, ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളിനെ എഴുതിയാൽ 100 വട്ടം പറഞ്ഞ ഇത് കൗട്ടവേഷനം ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ അല്ലടാ. ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ. നല്ല മനുഷ്യനേണ്ട. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാ, ഞാൻ മാലയിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്നവിടെ ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കിക്കോ, ഒരെണ്ണത്തിന് വിടരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മനസ്സറി എടോ കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ. മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ? വലിയൊരു സംഭവം. ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. യെസ് സാർ. കാപ്പി ചുക്കാപ്പിയാ സാറേ? വേണ്ട. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പദവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. പോയി ആളെന്തിടും? ഇവിടെ ഒന്നുമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് DFOനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാ ഉള്ളേ? കോണുണ്ട്, കപ്പുണ്ട്, മാങ്കവാറുണ്ട്. സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിൽ പോയി നടത്താന്ന് സാർ എല്ലാരും കിട്ടിയോ? നീ നടക്കണം. ഇവിടെ നേർച്ചയിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറാ അങ്ങോട്ട്. പാപ്പത്തിന് വിടറാ. റെഡിയാണല്ലോ, ഓക്കെ ആണല്ലോ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രതിയെക്കുറിച്ചുള്ള ഏതൊരു വിവരവും ഫോറസ്റ്റിന് ലഭിച്ചിട്ടില്ല. എന്താ നീ കൊണ്ട് കൊടുക്ക്. ഏതോടെ ഈ സാധനം? ഒന്നമ്പട മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ. മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ. ഇപ്പൊ അവന്റെ ഛായാഗ്രഹണകൻ. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചവരുടെ ലിസ്റ്റ് ഉണ്ട്. ഉണ്ട് സാർ. അതെനിക്ക് തരണം സാർ. ഞാൻ ടെലികാസ്റ്റ് സാർ. ഉത്സാഹം വീഡിയോ. അതിനല്ല, അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. അതായത് മണമൊന്നും വന്നില്ലല്ലോ. വാടാ പോയി, ആ മൂട് അങ്ങ് പോയി.
ആഹാ, സാറന്മാരെല്ലാം വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കുറെ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിക്കോ. ആ ആണോ? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ട് തീർന്നോ? ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ? ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം, ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ. അത് ഈ ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ. നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി? അവനെ പൂട്ടുവോ? ഓ, ഒരു രക്ഷയില്ല സാർ. കിട്ടിയ ഞാൻ അറിയിക്കാം. ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യൂ. അതാ എന്ത് വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു വാങ്ങിട്ട് വേണോ? അപ്പൊ ശരി. അപ്പൊ ശരി. മിക്കവാറും ഇയാളുടെ കേറിയിറങ്ങല് കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ കാര്യം ഉറപ്പാ. ശുദ്ധിയായിരിക്കട്ടെ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ ഒരു വർത്താനമുണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ. ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിയല്ലേ. മറ്റേ വെടിയിറച്ചി. പഴയൊരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടിറച്ചി നിന്നവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ. അല്ല, അതിന് അച്ഛൻ കഴിച്ചത് ശരവണ പോലെ മസാല ദോശയൊന്നും അല്ലല്ലോ. കാട്ടുപറമ്പിൽ അച്ചോന്ന് ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ചോന്നാ വിളിക്കുന്നത്. കർത്താവിന് ഇറവുണ്ട കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയേ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്നും ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു ചേർച്ചി? എളുപ്പമായിരുന്നു. കേൾക്കാനുള്ളൊരു കൊതി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മനസ്സിലാവണ്ടല്ലാരും. കപ്പ്യാരടക്കം ഒളിവ് പോയി. പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ബോറടിച്ചോ. തോട്ടത്തിൽ നിന്ന് 2 ബംഗാളികളെ അയക്കാം. മലയാളമൊക്കെ നല്ലോണം അറിയാവുന്നവരാ. വെരി ഫ്ലുവന്റ്. എന്നാ അച്ഛോ? ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല. കഴിഞ്ഞ ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചേ, ഓർമ്മയില്ല? എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിനുള്ള പാപം ചെയ്തേച്ചു വാ. ഒരു വിശ്വാസി വന്നിരിക്കുന്നു. താങ്ങിയതാണോ കാട്ടുപോർമ്മ? അച്ഛാ വേണം ജീപ്പേ പോ, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഈ കാട്ടുപോത്തിന്റെ അടുത്തിരുന്ന് എങ്ങനെയാ? പാവമാണോ എന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കൊന്തയെല്ലാം ഇരിക്കുമ്പോഴും നിന്റെ മാന്തലിന്റെ ഒരു കുറവില്ല. നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ചാച്ചനില്ലാത്ത എന്റെ നല്ല സൗകര്യം. അമ്മേ, അവൾ ഏതുനേരം ഫോണില് വാട്സാപ്പിലാന്നേ. ഓ, ഒരു ഗീവർഗീസ് പുണ്യാളെ. നിന്നെ എനിക്ക് അറിയാട്ടോ. എന്തോന്ന്? എനിക്ക് വിശക്കണെന്ന്. അല്ലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്തയെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ്. എന്താ അവിടെ ശബ്ദം? കണ്ട പന്നി വല്ലതും ഇരിക്കും. പറമ്പ് മുഴുവൻ കുഴിയല്ലേ. നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും. എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്? പിള്ളേര് എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് അത് ചീത്തയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേരെ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി. നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു. എന്താ നിർത്തിയേ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ട് കഴിഞ്ഞ് 6 മാസം എടുത്തു ട്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പം മറന്നോ? പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്, അല്ലാതെന്താ. ശരിയാ, എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ്